വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകൾ അവരിൽ നിന്നും മറച്ചുപിടിക്കാനും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ സംഘപരിവാർ വിധേയത്വം ഒന്നുകൊണ്ട് മാത്രം ജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച 5 പ്രധാനപ്പെട്ട വാർത്തകളുമായാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യത്തെ വാർത്ത അത് 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൻ്റെ ഒരു ഗുരുതരമായ ഭരണ പരാജയത്തെ തെളിയിക്കുന്ന ഒരു വാർത്തയാണ്. 2013-14 കാലയളവിൽ, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വസ്ത്ര കയറ്റുമതി നടത്തുന്ന രാജ്യമായിരുന്നു. എന്നാൽ 2022-23 കണക്കുകൾ പുറത്തു വരുമ്പോൾ വിയറ്റ്നാമിനും ബംഗ്ലാദേശിനും പിന്നിലേക്ക് ഇന്ത്യ പിന്തള്ളപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. 2013-14 കാലയളവിൽ $1500 കോടി ആയിരുന്നു ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതി എങ്കിൽ അത് 2023-24 ആകുമ്പോൾ 1450 കോടിയായി കുറഞ്ഞു എന്നാണ് വാർത്തകൾ തെളിയിക്കുന്നത്. അതായത് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഉയർന്ന കയറ്റുമതി തീരുവയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികല നയങ്ങളിലൂടെയും ഇന്ത്യയിലെ വസ്ത്ര കയറ്റുമതി ഒരു വലിയ തിരിച്ചടി നേരിട്ടു എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്തകൾ. അതേസമയം ഇന്ത്യയിലേക്കുള്ള വസ്ത്രത്തിൻ്റെ ഇറക്കുമതിയിൽ ഗണ്യമായ വർധനവും നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വാർത്തകൾ തെളിയിക്കുന്നത്. നരേന്ദ്രമോദി ഭരണത്തിൻ്റെ ഒരു പരാജയം സൂചിപ്പിക്കുന്ന വാർത്തയായതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഇതിന് അർഹിക്കുന്ന നൽകിയില്ല. രണ്ടാമത്തെ വാർത്ത അത് ജിയോയും BSNL-മായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ജിയോ BSNL-ന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കച്ചവടം വിപുലീകരിക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. BSNL അതിൻ്റെ മൊബൈൽ ടവറുകൾ പല സ്വകാര്യ കമ്പനികൾക്കും വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു ആ വാർത്ത. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത BSNL വാടകയ്ക്ക് നൽകിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം, അതായത് 8408 ടവറുകൾ അത് ജിയോയ്ക്കാണ് വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതായത് BSNL-ന്റെ മൊബൈൽ ടവറുകൾ ഉപയോഗിച്ച് BSNL-ന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജിയോ എന്നൊരു സ്വകാര്യ കമ്പനി BSNL-ലുമായി സേവനത്തിൻ്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന ഒരു കമ്പനി അവരുടെ കച്ചവടം വിപുലീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BSNL മറ്റ് കമ്പനികൾക്കും അവരുടെ ടവറുകൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ജിയോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാമമാത്രമാണ് എന്ന് പറയാൻ സാധിക്കും. BSNL കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇത്തരത്തിൽ ടവറുകൾ വാടകയ്ക്ക് കൊടുക്കുന്നതിലൂടെ 1055.80 കോടി രൂപ സ്വന്തമാക്കി എന്നും ഈ വാർത്ത പറയുന്നുണ്ട്. 2023-24 കാലയളവിൽ ഏറ്റവും കൂടുതൽ ലാഭം സ്വന്തമാക്കിയ മൊബൈൽ കമ്പനി ജിയോ ആയിരുന്നു. പക്ഷെ അതേ ജിയോ തന്നെയാണ് ഏറ്റവും ആദ്യം അനിയന്ത്രിതമായി നിരക്ക് വർദ്ധിപ്പിക്കാനും തയ്യാറായത് എന്നത് ശ്രദ്ധേയമാണ്. ആ ജിയോ കച്ചവടം നടത്തുന്നത് BSNL എന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും കണം കൊണ്ട് സൃഷ്ടിച്ച പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ടവറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മൂന്നാമത്തെ വാർത്ത അത് നീറ്റിനെ കുറിച്ചാണ്. നീറ്റിൻ്റെ പുതുക്കിയ പരീക്ഷാഫലം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് പുറത്തുവിട്ടത്. അത് പുറത്തുവിട്ടതിന് പിന്നാലെ ഗുരുതരമായ ക്രമക്കേടാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷാഫലത്തിൽ ഉണ്ടായത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ജൂൺ 4-ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ട ആദ്യ നീറ്റ് പരീക്ഷാഫലത്തിൽ 61 വിദ്യാർത്ഥികൾക്കാണ് 1ാം റാങ്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ പുതുക്കിയ ഫലത്തിൽ അത് 17 പേരായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതായത് ഒരു ഗുരുതരമായ ക്രമക്കേട് ഇവിടെ നടന്നിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ പറയുന്നത് 4.2 ലക്ഷം വിദ്യാർത്ഥികളുടെ മാർക്കിൽ വ്യത്യാസമുണ്ട് ഈ പുതുക്കിയ പരീക്ഷാഫലം പുറത്തുവിടുമ്പോൾ എന്നാണ്. അതായത് ഇത്തവണത്തെ നീറ്റ് പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ ശരിവയ്ക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ
മേഖലയെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഭരണകൂടം തകർത്ത് തരിപ്പണമാക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും ആക്ഷേപങ്ങളും. നാലാമത്തെ വാർത്ത, അത് BJPയെ ഗുരുതരമായി പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ്. അതും കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്ത. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കേന്ദ്ര സാമൂഹ്യനീതി സഹമന്ത്രിയായ രാംദാസ് അത്വാലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിതർക്കും ആദിവാസികൾക്കുമെതിരായ അതിക്രമം അരങ്ങേറുന്നത് BJP തുടർച്ചയായി ഭരിക്കുന്ന മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമാണ് എന്നതാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മധ്യപ്രദേശിൽ SC/ST വിഭാഗങ്ങൾക്കായുള്ള ഫണ്ട് ക്ഷേത്ര സംരക്ഷണത്തിനും പശു സംരക്ഷണത്തിനും ആയി വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. അതുമായി ചേർത്ത് വായിച്ചു വേണം ഈ പുറത്തു വന്ന വാർത്തയെയും നമ്മൾ വായിക്കാൻ. ദളിതർക്കും ആദിവാസികൾക്കുമെതിരായി ഏറ്റവും കൂടുതൽ അതിക്രമം നടക്കുന്നത് മധ്യപ്രദേശിലാണെന്നും രണ്ടാം സ്ഥാനത്ത് BJP തുടർച്ചയായി ഭരിക്കുന്ന ഉത്തർപ്രദേശാണെന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, 2018-നും 2022-നും ഇടയിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് ദളിതർക്കും ആദിവാസികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്നു എന്ന് ഇതേ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. അതായത് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ദളിതരും ആദിവാസികളും അരക്ഷിതരാണ് എന്ന് തെളിയിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ. മധ്യപ്രദേശിൽ ഇതൊരു പുതിയ വാർത്തയായി നമുക്ക് കാണാൻ സാധിക്കില്ല. കാര്യം മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും നിരവധി ദളിത് പീഡനങ്ങളുടെയും ആദിവാസി പീഡനങ്ങളുടെയും വാർത്ത മുൻപ് തന്നെ വന്നിട്ടുണ്ട്. അന്നെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് BJP പ്രവർത്തകരോ BJP അനുകൂലികളോ ആണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ BJPയെ ഇത്രയേറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്ത, കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കേണ്ട ഒരു വാർത്ത, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി മറച്ചുപിടിച്ചു എന്നതാണ് വസ്തുത. അതിലൂടെ തെളിയുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വർദ്ധിച്ച സംഘപരിവാർ വിധേയത്വമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഞ്ചാമത്തെയും അവസാനത്തെയും വാർത്ത, അത് RSSനെയും മധ്യപ്രദേശ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. RSSനെ വാനോളം പുകഴ്ത്തി കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. RSS ലോകപ്രശസ്ത സംഘടനയാണെന്നും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ RSS നടത്താറുണ്ട് എന്നും RSSൽ പ്രവർത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വിലക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവിലൂടെ മാറ്റിയത് പ്രശംസനീയമാണെന്നും മധ്യപ്രദേശ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. RSSൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മുൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഈ RSS പുകഴ്ത്തുപാട്ട്. എന്തായാലും ഇന്ത്യയിലെ ഒരു കോടതി തന്നെ പല വംശീയ കലാപങ്ങളിലും വംശഹത്യകളിലും പങ്കുണ്ട് എന്നാരോപിക്കപ്പെടുന്ന ഒരു തീവ്ര സംഘടനയെ ഇത്രമേൽ പുകഴ്ത്തുന്നത് രാജ്യത്തെ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതുമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, 1980-കളിൽ അസമിൽ അരങ്ങേറിയ നെല്ലി വംശഹത്യയിൽ RSSനുള്ള പങ്കിനെ കുറിച്ച് അരുൺ ഷൂരി എന്ന മാധ്യമപ്രവർത്തകൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയ വിവാദമായിരുന്നു. അതേ RSSനെ കുറിച്ചാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ഇത്ര വലിയൊരു പ്രശംസ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 5 വാർത്തകളും നരേന്ദ്രമോദി സർക്കാരിനെയും BJPയെയും പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാതെ പോയത് എന്ന് നിസ്സംശയം പറയാം.